ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ KTMൻ്റെ RC പുതിയൊരു രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. പുതിയൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഡിസൈനും കാര്യങ്ങളിലോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ ഒരു കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കിയത് തന്നെ ജസ്റ്റ് ഒരു ട്രയൽ അടിച്ച് നോക്കിയതാണ്, ഭംഗിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റും. എങ്കിലും ഓവർ ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഭയങ്കര സീൻ ഡിസൈൻ അങ്ങനെയൊന്നുമല്ല, എങ്കിലും കാണാൻ ഇച്ചിരി ഭംഗിയുള്ള അല്ലെങ്കിൽ ഇച്ചിരി മെനയുള്ള രീതിയിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ സെറ്റ് ചെയ്ത് ഇറക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിനകത്ത് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് ഇറക്കുമെന്നാണ് ഞാൻ പറഞ്ഞെങ്കിലും കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ ലൈഫല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വന്നപ്പോഴത്തേനും കുറച്ച് ഡിലേ വന്നായിരുന്നു. എങ്കിലും ഒട്ടും തന്നെ വിട്ട് കളഞ്ഞില്ല, നമ്മുടെ വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് സ്ട്രേഞ്ചേഴ്സ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ വണ്ടിയെ കാണിച്ചു തരാം. പക്ഷേ വണ്ടിയെ കാണിച്ചു തരുന്നതിന് മുന്നേയായിട്ട് ഞാനൊരു കാര്യം പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കിയിട്ട് ആദ്യം തന്നെ വണ്ടിയുടെ വീഡിയോ എടുക്കണം എന്നാണ് ആദ്യം കരുതിയെങ്കിലും പിന്നെ ഓർത്ത് ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ച് ഒരു ലോങ് ഡ്രൈവ് ഒന്ന് ഓടിച്ച് നോക്കാം. കാരണം ഞാൻ ഈ വണ്ടി സെക്കൻഡ് എടുത്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി എടുത്തിട്ട് ആകെപ്പാടെ ഞാൻ ഓടിച്ചേക്കുന്ന ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഞാൻ ആകെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അതിനുള്ളിൽ തന്നെ ഞാൻ വേഗം വർക്കിന് വേണ്ടി കയറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഓടിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് വണ്ടിയെ ലോങ് ഡ്രൈവിൻ്റെ കാര്യം എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് കാണിച്ചു തരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ലോങ് ഡ്രൈവ് കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഓൾറെഡി കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പിരിപ്പുണ്ട്. കാരണം എനിക്ക് കഴുകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഓൾറെഡി ആ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു പടം അത്ര ഹിറ്റായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേനും എന്തായാലും ഉറപ്പാണ് നമ്മുടെയൊക്കെ മൈൻഡിൽ എന്തായാലും വരും ഒരു ട്രിപ്പ്. എങ്ങനെ വന്നാലും ഇപ്പോൾ തന്നെ ഒന്ന് പോകണം. അതിപ്പോൾ ബൈക്കിനോ കാരണം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ എന്തായാലും ട്രിപ്പ് പോകണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ജസ്റ്റ് ഒരു ബൈക്കിന് റൈഡൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഒന്ന് ഊട്ടി വരെയാണ് ഞങ്ങൾ പോയത്. ഊട്ടി വരെ എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ അത് എന്തായാലും മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഈ റീൽസിലൊക്കെ പറയണല്ലേ, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും പറയാനൊന്നുമില്ല അതിനകത്തൊക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു റൈഡ് അങ്ങനെ പോയിട്ട് വന്നുകൊണ്ട് തന്നെ വണ്ടി ആകെ ഫുള്ള് ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷേ കഴുകാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം വർക്കിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കുറവ് മാത്രം ഇപ്പോൾ നിലവിൽ വണ്ടിമേലുണ്ട്. എങ്കിലും ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ KTM RC ആ ഒരു പുതിയ ലുക്ക് എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു ലുക്കിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് X2 സീരീസിൻ്റെ ഒരു കിറ്റാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ കിറ്റ് മൊത്തത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ കിറ്റ് ഫുള്ളായിട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് അണ്ടർ ബെല്ലിയും അതുപോലെ തന്നെ സീറ്റ് കവളും കൂടി കയറി വരും. പക്ഷേ ഞാൻ അങ്ങനെ 2 സാധനം ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സൈഡ് ഫെയറിങ് മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് തന്നെ സ്റ്റിക്കറിങ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. പോരാത്തിന് ആ ഒരു കളറിങ്ങും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേനും വണ്ടിയുടെ ആ ലുക്ക് മൊത്തത്തിൽ തന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ടയറിനകത്ത് ഞാൻ 2 പ്രോ ഡിസ്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോ ഡിസ്കിൻ്റെ കാര്യത്തിലാണ് ഇനി അടുത്തടുത്ത് പറയാനുള്ളത്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് ഓൾറെഡി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് കാറ്റ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് പോലും എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ഒരു കാറ്റ് പിടിക്കുന്ന പോലത്തെ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ഒരു കരുതൽ വെച്ച് വണ്ടി പിടിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അതുപോലെ തന്നെ ബാക്കിൽ വന്നേക്കുന്നത് ഫുൾ കവറായിട്ടുള്ള ഒരു പ്രോഡിസ്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഹാഫ് ടൈപ്പ് ആയിട്ടുള്ള പ്രോഡിസ്കുമാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് തന്നെ. ആ ഒരു പ്രോഡിസ്ക് സെറ്റ് ചെയ്തപ്പോഴത്തേനും വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ മാറുകയാണ് ചെയ്തത്. കാരണം ടയറിനകത്താണ് വണ്ടിയുടെ ഭംഗി മൊത്തത്തിൽ എടുത്തറിയണമെന്ന് ശരിക്കും മനസ്സിലാക്കി ചെന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. സ്റ്റിക്കറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഇതിനകത്ത് ഈ മഡ് ഗാർഡിനകത്ത് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിനകത്ത് ഫുൾ ഫെയറിങ്ങിനകത്ത് ഫുൾ സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ മോട്ടീവിലൊരു സ്റ്റിക്കർ, അതുപോലെ തന്നെ ടാങ്കിനകത്ത് ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിലും പ്രോഡക്ട്സിനകത്ത് ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റിനകത്ത് ഒരു ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പേരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ദേ ഇത്രയൊക്കെയാണ് നമ്മുടെ KTM RCയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ. വണ്ടി അത്യാവശ്യം വെറൈറ്റി ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വേറെ സെറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നൊരു ഡിസൈനും ഇതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ആകെപ്പാടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിലെ വൈസറിനകത്ത് മാത്രം ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറാണത്. ആ ഒരു സ്റ്റിക്കറിങ് മാത്രമേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കറിങ്ങിന് പകരം വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ അതല്ലെങ്കിൽ അതൊരു പ്ലെയിൻ ആയിട്ട് നിർത്തുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഇഷ്ടക്കുറവുള്ളൂ. അതെന്തായാലും ഞാൻ മാറ്റുന്നതായിരിക്കും. പക്ഷേ അവിടെ എന്ത് കൊടുക്കും എന്നുള്ളതിൽ എനിക്കൊരു പിടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയുക. അതൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഈ ഒരു വണ്ടിയായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംഫർട്ടാണ്, സീറ്റിംഗ് കംഫർട്ടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് ലോങ് ഡ്രൈവ് പോയിട്ട് എനിക്ക് എന്താ പറയുക ഓടിച്ചിട്ടൊട്ടും മടുപ്പ് തോന്നുന്നില്ല എന്ന് ശരിക്കും പറയാം. കാരണം ആ ഒരു സീറ്റിംഗ് അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. അതിപ്പോഴത്തെ പുതിയ മോഡലിൽ RC-ക്കകത്ത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു പഴയ മോഡൽ ഓടിക്കുന്നതിൻ്റെ ആ ഒരു കംഫർട്ട് പുതിയ മോഡലിനകത്ത് ഉണ്ടോ ഇല്ലെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഈ ഒരു വണ്ടിയായിട്ട് ഞാൻ ലോങ് ഡ്രൈവ് പോയി വന്നിട്ട് രണ്ട് കാര്യത്തിലും ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഷോൾഡർ പെയിൻ എന്തെങ്കിലും വരുമെന്നായിരുന്നു എനിക്ക് പേടി. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ബാഗ് ഇട്ട് ഓടിച്ചിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നിട്ടില്ല. ഇനിയും എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാമെന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു. കാരണം അത്രത്തോളം ഒരു മടുപ്പൊന്നും ഇല്ലായിരുന്നു. വണ്ടി അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെയാണ് ഓടിക്കാനും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടായിരുന്നു. ലോങ് ഡ്രൈവ് പോയപ്പോഴത്തേനും വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ആകെ പാടെ അടിച്ചത് 1600 1700 എന്തോ അടിച്ചിട്ടുള്ളൂ. പോയി സിമ്പിളായിട്ട് റിട്ടേൺ വന്നു. ഇനിയും ബാക്കി കിടപ്പുണ്ട് അതിനകത്ത്. അത്രത്തോളം മൈലേജും സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് വണ്ടി. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിലും ഞാൻ ഓക്കെ ആയിരുന്നു വണ്ടിയായിട്ട് പോയിട്ട്. അപ്പോൾ ഗൈസ് RCയുടെ വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടി ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുത്താനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ടാക്കി തരിക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.